ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇന്നും കണ്ടെത്താനായില്ല. കടുവ കാട് കയറിയെന്നാണ് സംശയം. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം നാളെയും തുടരും. രാവിലെ മുതൽ സ്നിഫർ ഡോഗിനെ എത്തിച്ച് തെരച്ചിൽ നടത്തിയിട്ടും ജനവാസ മേഖലയോട് 2 കിലോമീറ്റർ ചുറ്റളവിൽ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹില്ലാഷ്, അരണാക്കൽ മേഖലയിലേക്ക് കടുവ നീങ്ങിയതായി ദൗത്യസംഘം കണ്ടെത്തി. ഇവിടങ്ങളിൽ 2 കൂടുകൾ കൂടി സ്ഥാപിക്കും. കടുവയ്ക്കായി നാളെയും തിരച്ചിൽ തുടരും. അനുകൂല സാഹചര്യമുണ്ടായാൽ മയക്കുവെടി വയ്ക്കും. കടുവ അവിടെ മൂവ് ചെയ്തതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫിസിക്കൽ പ്രസൻസ് ഇതുവരെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല. ക്യാമ്പ് കണ്ടിന്യൂസ് ആയിട്ട് 24/7 ക്യാമ്പ് ഇവിടെ തന്നെ തുടരും. മാത്രമല്ല ഇന്ന് നമ്മൾ ഈ മയക്കുവെടിക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടീമുകളും കണ്ടിന്യൂ ചെയ്യും. കടുവയെ പിടികൂടാത്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. സുരക്ഷ ഉറപ്പാക്കണമെന്ന് തോട്ടം തൊഴിലാളികൾ. ഞങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഈ ആട്, പശു അങ്ങനത്തെ ഈ മൃഗങ്ങളെ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഈ വന്യമൃഗം ഈ ഇടക്കാലം കൊണ്ട് ഈ വന്യമൃഗം വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിയാൽ അത് പിടിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അപമാനം കാണിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അതിന് ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ്. ജനവാസ മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കും. പരീക്ഷ നടക്കുന്ന സ്കൂളിനും സുരക്ഷ നൽകുമെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.